കായംകുളത്ത് ശക്തമായ മത്സരമാണെങ്കിലും ഇത്തവണ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് എംഎൽഎ യു പ്രതിഭ. എതിർപ്പാളയത്തിൽ നിന്നും വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെ തളർത്താൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചാണ് യു പ്രതിഭ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കുമെന്ന് എംഎൽഎ തീപ്പാറം മണ്ഡലം പരിപാടിയിൽ പറഞ്ഞു. തീപ്പാറും മണ്ഡലം ഇതാ കായംകുളം മണ്ഡലത്തിലെത്തി നിൽക്കുകയാണ്. എംഎൽഎ യു പ്രതിഭയാണ് ഒപ്പമുള്ളത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ, ജയപ്രതീക്ഷകൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ പാർട്ടിയിൽ തന്നെ ഇളവ് കിട്ടിയ ചുരുക്കം എംഎൽഎമാരിൽ ഒരാളാണ്. അപ്പോൾ കായംകുളത്ത് ജയിച്ചു കയറാൻ പ്രതിഭ തന്നെ വേണമെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. എങ്ങനെയാണ് നിനക്ക്? തീർച്ചയായിട്ടും ഇവിടെയും തിരുവനന്തപുരം അടക്കം തിരുവനന്തപുരത്ത് മുഴുവൻ സിറ്റിംഗ് എംഎൽഎമാരും വീണ്ടും മത്സരം. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ 2016 വന്ന് ഒരു ടീം എംഎൽഎസാണ് ട്രിവാൻഡ്രത്തും ഉള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മിക്ക മണ്ഡലങ്ങളിലും ആ തീരുമാനമാണ് വന്നിരിക്കുന്നത്, പാർട്ടി തീരുമാനമാണ്. ഇത്തവണ എതിരാളി കോൺഗ്രസിലെ ശക്തനായ ആളെയാണ് ഇറക്കിയിട്ടുള്ളത്, എം ലിജു ആണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തെരഞ്ഞെടുപ്പിൽ ഞാനോ അപ്പുറത്തൊരു വ്യക്തിയോ അല്ല, 2 ഐഡിയോളജിയാണ് മത്സരിക്കുന്നത്. ഒരു കൂട്ടം മനുഷ്യരുടെ അധ്വാനമല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനാവും? ഈ തെരഞ്ഞെടുപ്പ് കാലം എംഎൽഎ സംബന്ധിച്ച് വ്യക്തിപരമായ അധിക്ഷേപം നേരിടേണ്ടി വന്ന ഒരു സമയം കൂടിയാണല്ലോ. അത് ഒരു നിയമ നടപടിയിലേക്ക് കടന്നതോടുകൂടി ആ ചാപ്റ്റർ അവസാനിച്ചെന്നാണ് കരുതുന്നത്? ഒരിക്കലുമല്ല. സൈബർ അറ്റാക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്, വളരെ മോശമായിട്ട്. അതായത് എനിക്കൊന്നും ഞാൻ മാത്രമല്ല അത് നേരിടേണ്ടി വരുന്നത്. പൊതു ഇടങ്ങളിൽ ഞാൻ വോട്ടിന് വേണ്ടി കരഞ്ഞിട്ടില്ല കേട്ടോ, വോട്ടിന് വേണ്ടി കരഞ്ഞിട്ടില്ല. സാഹചര്യത്തിൽ എന്നെ അധിക്ഷേപിച്ചവരെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് എത്ര സമയം പറഞ്ഞ് നിൽക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടായൊരു ഞാൻ ശക്തമായി തന്നെ അതിന് വന്നിട്ട് ഞാൻ എൻ്റെ പ്രതികരണങ്ങൾ കൊടുത്തിരുന്നു. ബട്ട് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് സങ്കടം വന്നു എന്നുള്ളത് ശരിയാണ്. ഒരിക്കലും കരയാനോ അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങളുടെ മുമ്പിൽ കണ്ണുനീർ വാർക്കാനോ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. കൂട്ടണം, കാരണം അത്രയും വികസനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം. എല്ലാ മണ്ഡലങ്ങളും പോലെയല്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻഷിപ്പ് കഴിഞ്ഞപ്പോഴാണ് എംഎൽഎ ആയിട്ട് വരുന്നത്. അപ്പം വികസനത്തിൻ്റെ ഒരു പ്രത്യേക മോഡൽ അറിയാം. അതൊരു ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ, എന്തെങ്കിലും ഒരു വലിയ സംഭവമായിട്ട് പറയുന്നില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അന്ന് 73 പഞ്ചായത്തുള്ളൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ 73 പഞ്ചായത്തിലെയും വികസനങ്ങൾ ഞാൻ നോക്കിക്കാണും. എനിക്ക് എപ്പോഴും ഇതൊക്കെ ഭയങ്കര ഒരു ടെൻഷനോടുകൂടി. ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നാൽ അതിന് ഞാൻ കാണുന്ന ആ ഫ്ലഡ് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ മുന്നൊരുക്കണം. നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് കാലത്ത് എന്തെങ്കിലും ഒരു റെക്കോർഡ് നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ കൊയ്ത്ത് തുടങ്ങും മാർച്ചിലെങ്കിൽ എനിക്കൊരു ഡിസംബർ ജനുവരി തൊട്ട് ടെൻഷൻ തുടങ്ങും. കർഷകർക്ക് കൊയ്ത്ത് യന്ത്രം എവിടെ നിന്ന് വരും, അപ്പോൾ അവർക്ക് ഏറ്റവും റേറ്റ് കുറച്ച് എങ്ങനെ കൊയ്ത്തന്ത്രം കൊടുക്കാം. ഞാനിപ്പോൾ മീറ്റിംഗ് വിളിക്കും, എന്നിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഏറ്റവും റേറ്റ് കുറച്ചുള്ള കൊയ്ത്തന്ത്രം വാങ്ങിച്ച് അവർക്ക് റെൻറ്റിന് കൊടുക്കാൻ ശ്രമിക്കും. അതുപോലെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 45 സ്കൂൾ ജില്ലാ പഞ്ചായത്തിനുണ്ടായിരുന്നു. അവരെല്ലാം വിളിച്ച് വരുത്തിയിട്ട് എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ, എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ കാലത്ത് 2010-16 കാലമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ ഓരോ ഘട്ടങ്ങളിലും മഴ വരുവാണെങ്കിൽ പ്രീ മൺസൂൺ എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതൊരു ഹാബിറ്റായിട്ടും ഒരു കൾച്ചറായിട്ടും വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ പ്ലസും മൈനസും അറിയാൻ പറ്റും. ഏതൊക്കെ സമയമാണ് അവർ ക്രൈസിസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും അപ്പം ഓരോ ഭാഗത്ത് നോക്കിയിട്ട് വികസനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. മറ്റു മണ്ഡലത്തിൽ റോഡില്ലേ, ഇവിടെയും പാലമില്ല, അങ്ങനെയല്ല. അതൊക്കെയാണ് അത് നമ്മൾ എംഎൽഎ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ CPM പാർട്ടിയുടെ മാർഗദർശിയായിരുന്നല്ലോ ജി സുധാകരൻ. അപ്പോൾ എതിർപ്പാളയത്തിലേക്ക് ജി സുധാകരൻ പോകുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി പാർട്ടി പറയേണ്ടതാണ്. ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാനിപ്പോൾ അത്തരം പ്രസ്താവനകളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു വ്യക്തി എന്നല്ല, പാർട്ടിയിൽ നിന്ന് ആരും പോയാലും ഞങ്ങൾക്കൊക്കെ വിഷമമാണ്. ഒരാളും പാർട്ടി വിട്ടു പോകരുതെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മൾ പാർട്ടി ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ആരും പാർട്ടി വിട്ടു പോകാതിരിക്കുക. പിന്നെ ബാക്കിയൊക്കെ പോകുന്നവരെല്ലാവർക്കും അവരവരുടേതായ ഒരു ഇതാണല്ലോ. അത് ഓൾറെഡി തന്നെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. വിജയാശംസകൾ.